സ്നേഹപുരസം സ്വാഗതം ചെയ്യുന്നു. ഡച്ച് ഓറിയന്റൽ പണ്ഡിതനായിട്ടുള്ള ക്രിസ്ത്യൻ ഹോർഗ്രൂഞ്ച് അദ്ദേഹം തന്റെ മക്കയെക്കുറിച്ചുള്ള യാത്രാ വിവരണത്തിൽ മക്ക എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക കേന്ദ്രം കൂടിയായിരുന്നു. മുസ്ലിങ്ങൾ തീർത്ഥാടനത്തിന് പോകുന്ന പ്രദേശമാണെങ്കിൽ കൂടി അക്കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക കേന്ദ്രം കൂടിയായിരുന്നു മധ്യകാലഘട്ടത്തിലെ മക്ക എന്ന് പറയുന്നത്. മക്കയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ ഒരുപാട് മലബാറിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ച് ക്രിസ്ത്യൻ ഹോർഗ്രൂഞ്ച് പരാമർശിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ലഭ്യമായ ചരിത്ര വിവരങ്ങൾ പ്രകാരം 15-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ നിന്ന് മഖ്ദൂം പണ്ഡിതന്മാരടക്കം വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് പോയതായിട്ട് ചരിത്ര രേഖകളിൽ നിന്ന് കാണാൻ കഴിയും. മഖ്ദൂം പണ്ഡിതന്മാരും ശേഷം വന്നിട്ടുള്ള പല പണ്ഡിതന്മാരും 15-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ വിവിധങ്ങളായിട്ടുള്ള ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ആ ദേശങ്ങളിൽ പഠിക്കുകയും അവിടെയുള്ള വാണിജ്യ സംരംഭങ്ങളുമായിട്ട് ഇടപഴകുകയും അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായിട്ട് നെഗോസിയേഷൻസ് നടത്തുകയും ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. കേരളത്തിൽ നിന്നുള്ള മഖ്ദൂം പണ്ഡിതന്മാർ അത്തരം ഒരു പ്രവണതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അവർ വിവിധ നാടുകളിലേക്ക് പോവുകയും തിരിച്ച് നാടുകളിൽ വന്ന് ഈ നാടിന്റെ സാമൂഹികമായിട്ടുള്ള സമുദ്ധാരണത്തിനും ഈ നാടിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഖ്ദൂം പണ്ഡിതന്മാർ, മഖ്ദൂം ഒന്നാമനും രണ്ടാമനും ശേഷം വന്നിട്ടുള്ള മമ്പുറം തങ്ങളുടെ മകനായിട്ടുള്ള മമ്പുറം ഫസൽ തങ്ങൾ ഇന്ന് ഇസ്തംബുളിലൊക്കെ പോകുന്ന സമയത്ത് രാജാക്കന്മാരൊക്കെ അന്തിയുറങ്ങുന്ന സുൽത്താൻ അഹമ്മദിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മലബാരിയായിട്ടുള്ള കേരളീയനായിട്ടുള്ള ഒരു പണ്ഡിതനുണ്ട്. ഇവരുടെയൊക്കെ ചരിത്രത്തിൽ വിവിധ നാടുകളിലേക്ക് മലയാളക്കരയെ, കേരളത്തെ ലോകവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, കേരളത്തിന്റെ ഒരു സ്വച്ഛന്തമായിട്ടുള്ള ഒരു സാമൂഹിക നിർമ്മിതിക്ക് ഇത്തരം ഒരു ഇടപെടലുകൾ, ഇത്തരം ഒരു നെഗോസിയേഷൻസ് വലിയൊരു സഹായകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരം ഒരു പാരമ്പര്യത്തിന്റെ, അത്തരം ഒരു വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു പാരമ്പര്യത്തിന്റെ ഇങ്ങേ തലക്കിലിരിക്കുന്ന ഒരു പണ്ഡിതനാണ് കേരളത്തിൽ എല്ലാവരും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഉസ്താദ് എന്ന് വിളിക്കുന്ന ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരളത്തിന് നമ്മളൊന്ന് കാണുന്ന കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. മലയാളിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള സമൂഹം, വളരെ നല്ല ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടുകളുള്ള ജനത, അതേപോലെ തന്നെ വളരെ നല്ല വൈജ്ഞാനിക സമൂഹം എന്നുള്ള രീതിയിലൊക്കെ മലയാളികളായ നമ്മെ പലരും പരാമർശിക്കാറുണ്ട്. ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളതല്ല. ഇത്തരം സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇത്തരം പണ്ഡിതന്മാർ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള, അവരും കൂടി പങ്കുചേർന്നിട്ടുള്ള വലിയൊരു ചരിത്ര പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് കേരളം ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിലേക്ക് വളർന്ന് വികസിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ വൈജ്ഞാനിക, സാംസ്കാരിക, സാമൂഹിക ചരിത്രത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ഇസ്ലാമിക് ചരിത്രങ്ങളിലൊക്കെ ഗുരുശ്രേഷ്ഠന്മാർക്കാണ് ഉസ്താദ് എന്ന് വിളിക്കപ്പെടാറുള്ളത്. കേരളത്തിലെ എല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ഉസ്താദിന്റെ ജീവിതം പറയുന്ന ഒരു ഗ്രന്ഥമാണ് വിശ്വാസപൂർവ്വം എന്ന് വിളിക്കുന്ന ഈ ഒരു ആത്മകഥ. ഉസ്താദിന്റെ ഒരു ആത്മകഥ ജീവചരിത്രത്തിൽ വ്യത്യസ്തമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആത്മകഥ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളായിരിക്കും. അതേസമയം തന്നെ ആത്മകഥയിൽ ആ വ്യക്തി ജീവിച്ച സമൂഹത്തിന്റെ, ആ വ്യക്തി ജീവിച്ച കാലഘട്ടത്തിന്റെ ഒക്കെ ഒരുപാട് ചരിത്രാംശങ്ങൾ നമുക്ക് ജീവചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. വിശ്വാസപൂർവ്വം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഒരു വ്യക്തി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇവന്റുകളുടെ, സംഭവങ്ങളുടെ ഒരുമിച്ച് കൂടലുകളല്ല. അത് ഒരു കാലഘട്ടത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്കൊക്കെയുള്ള കേരള ചരിത്രത്തിന്റെ, കേരളത്തിന്റെ ഒരു ദൈക്ഷണിക ചരിത്രത്തിന്റെ, കേരളത്തിന്റെ ഒരു സാമൂഹിക ചരിത്രത്തിന്റെ, കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ കൂടി ഭാഗമായിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ടാണ് വിശ്വാസപൂർവ്വം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇതിലേക്ക് വരുന്നത്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഉസ്താദിന്റെ പുസ്തകത്തിനെ സംബന്ധിച്ച് കാന്തപുരം എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് നമ്മളൊക്കെ ലോകത്തോളം വളർന്നെന്നൊക്കെ പറയുന്ന ഒരു പണ്ഡിതനായിട്ട് മാറിയതിന്റെ ഒരു ട്രജക്ടറിയാണ് വിശ്വാസപൂർവ്വം എന്ന ആത്മകഥയിൽ കൃത്യമായിട്ടും പരാമർശിക്കുന്നത്. ഉസ്താദ് ഒരു 1980-കളിലൊക്കെ ഉസ്താദ് വലിയൊരു പണ്ഡിതനായിട്ടും ഒരു ബഹുജന പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടും
ഒക്കെ കയറി വരുന്ന ഒരു ഘട്ടമുണ്ട്. അതിനുശേഷം ഈ 2024 നമ്മൾ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ കഴിഞ്ഞ 50 വർഷത്തെ ജീവിതത്തെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലേക്ക് വളർന്നു പന്തലിച്ചൊരു ബഹുജന പ്രസ്ഥാനത്തിന്റെ നേതാവായി ലോകം ഇന്ന് എണ്ണപ്പെടുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖ വ്യക്തിത്വമായിട്ടും അതുപോലെ തന്നെ കേരളത്തിന്റെ തന്നെ വലിയ ഒരു സാമൂഹിക മുന്നേറ്റത്തിന്റെ ഒരു കാരണക്കാരനൊക്കെ ആയിട്ട് ഉസ്താദ് മാറിയതിന്റെ ഒരു ട്രജക്ടറിയാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസപൂർവ്വം എന്ന ആത്മകഥ നമ്മോട് സംവദിക്കുന്നത്. ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മർക്കസ് നോളജ് സിറ്റി കേന്ദ്രമായിട്ടുള്ള ഗവേഷണ സംരംഭം മലബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഈ ഗ്രന്ഥത്തിന്റെ വിതരണം നിർവഹിക്കുന്നത് കേരളം ഒട്ടുക്കും ഇതിന്റെ ഒരു പ്രചാരകരായിട്ട് ഈ പദ്ധതിയുടെ കൂടെ നിൽക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ പ്രസാധക വിഭാഗമായിട്ടുള്ള റീഡ് പ്രസ് ആണ്. ഈ പുസ്തകം കേരള ചരിത്രത്തിൽ വലിയൊരു അധ്യായം തന്നെ രചിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റും മർക്കസിന്റെ പ്രസിഡന്റുമായിട്ടുള്ള ബാഫഖി സയ്യിദ് പാരമ്പര്യത്തിലെ കാരണവരുമായിട്ടുള്ള സയ്യിദ് അലി ബാഫഖി തങ്ങളാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതും ഈ ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർ അവറുകളാണ്. ഹൃദയത്തിൽ നിന്ന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. ഇന്ന് നമ്മോട് സദസ്സിനെ അഭിമുഖീകരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി, കേരളത്തിന്റെ തിരുവനന്തപുരം MP ശ്രീ ഡോക്ടർ ശശി തരൂർ, തിരുവനന്തപുരം MLA ആന്റണി രാജു, വി മുരളീധരൻ, MLA മാരായിട്ടുള്ള അഡ്വക്കേറ്റ് PTR റഹീം, അഹമ്മദ് ദേവർകോവിൽ, സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, PV അൻവർ, അതേപോലെ തന്നെ ഇറം ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, TNM ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള TNM ജവാദ്, കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, SYS പ്രസിഡന്റ് സെയ്ദ് തോഹ സഖാഫി, SSF സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സഖാഫി കടവത്തൂർ, കേരള സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A.A. റഷീദ്, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ A.A. ഹക്കീം നഹ, കേരള സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ മെമ്പറായിട്ടുള്ള P. സൈഫുദ്ദീൻ ആജി, എല്ലാവരെയും ഈ മനോഹരമായിട്ടുള്ള സായാഹ്നത്തിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആമുഖ സംസാരം നിർവഹിക്കുന്നു ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ജനറൽ സെക്രട്ടറി സുന്നി യുവജന സംഘം, റെക്ടർ മർക്കസ് സഖാഫത്തുസ് സുന്നിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഉസ്താദിന്റെ ജീവിതം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അത് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പതിനായിരങ്ങളാണ് നേരത്തെ തന്നെ പുസ്തകത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിലെന്താണുള്ളത് എന്നറിയാനുള്ള കൗതുകം ഈ ഇരിക്കുന്ന ആളുകൾക്കും മലയാളികളായ ലക്ഷക്കണക്കിന് ആളുകൾക്കും ഉണ്ട്. കാന്തപുരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദാണ് എന്നാണ് അതിന് മറുപടി പറയുക. ഇവിടെ പറഞ്ഞു ഗുരു. അപ്പൊ അധ്യയനം കഴിഞ്ഞതിന് ശേഷം അധ്യാപനം തുടങ്ങി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സേവനം എന്താണെന്ന് ചോദിച്ചാൽ അത് അധ്യാപനം തന്നെയാണ്. ഉസ്താദ് അറബി ഗ്രാമറും കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും മതനിയമങ്ങളും പഠിപ്പിക്കുന്നതോടൊപ്പം മാത്തമാറ്റിക്സും ആസ്ട്രോണമിയും ലോജിക്സും ഡിബേറ്റ് സയൻസും ടൈം സയൻസും ഡയറക്ഷൻ സയൻസും ഇതൊക്കെ നാട്ടിലെ 3 മസ്ജിദുകളിൽ വെച്ച് പഠിപ്പിച്ച് അത് വിപുലമായി പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മർക്കസ് ഇപ്പോൾ 600 മുതൽ 1000 വരെ കുട്ടികളാണ് ഓരോ ദിവസത്തെ ക്ലാസ് കേൾക്കുന്നത്. അതിനു പുറമെ ഈയൊരു വിദ്യാഭ്യാസ രീതി ലോകത്ത് നടത്തി വന്നിട്ടുള്ള ഇസ്ലാമിക പാരമ്പര്യത്തിൽ ബാഗ്ദാദും താഷ്കന്റും സമർഖന്തും ഖൈറുവാനും എല്ലാം ലോകത്തിന് കൊടുത്തിട്ടുള്ള ഒരു ചരിത്രത്തെ പുനരാവിഷ്കരിക്കാൻ
ഈ മർക്കസ് വിദ്യാഭ്യാസ മൂവ്മെന്റ് ആധുനിക ശാസ്ത്രങ്ങളെയും ആധുനിക വിജ്ഞാനീയങ്ങളെയും ചേർത്ത് പഠിപ്പിക്കുന്ന ഒരു രീതി കൊണ്ടുവന്ന് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഉസ്താദിന്റെ ശിഷ്യന്മാരായും ഫോളോവേഴ്സായും ഉണ്ടായിത്തീർന്നു. ഏറ്റവും ആധുനികമായ രീതിയിൽ മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്ന വിജ്ഞാന കേന്ദ്രം പണിതതിനു ശേഷം വെൽക്കം ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ഇനിയും ഈ പേര് ഇവിടെ നിലനിൽക്കണം എന്നതാണ്. അപ്പൊ ഉസ്താദിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതമായ സേവനങ്ങൾ കൊടുക്കുന്ന വലിയൊരു കാര്യമാണ് ഷേഖ് അബൂബക്കർ ഫൗണ്ടേഷൻ എന്ന ആ ഒരു ഫൗണ്ടേഷനിലൂടെ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ പ്രീ ലോഞ്ചിങ് പ്രോഗ്രാമുകളായിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ 15,000 വിദ്യാർത്ഥികൾക്ക് നീറ്റ് മോഡൽ പരീക്ഷ നടത്തുകയും 750 പേരെ തെരഞ്ഞെടുക്കുകയും അവർക്ക് ഓരോ സ്റ്റേറ്റിലും പ്രത്യേക ഇന്റർവ്യൂകൾ നടത്തി 250 പേരെ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. 8ാം ക്ലാസ് മുതൽ PG വരെയും അവിടുന്ന് അങ്ങോട്ട് PhDയും PDF-ഉം ശാസ്ത്രമേഖലകളിൽ സ്പേസ് റിസർച്ചിൽ, ജനറ്റിക് സയൻസിൽ, അഡ്വാൻസ്ഡ് ഫൈനാൻസ് ആൻഡ് മാനേജ്മെന്റിൽ, ഇക്കണോമിക്സിൽ, ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകളിൽ എത്രമാത്രം ഉയരാൻ സാധിക്കുമെന്നത് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള വിദേശികൾക്കുൾപ്പെടെ അവസരം കൊടുക്കുന്ന ഫെലോഷിപ്പാണ് ഈ ഷേഖ് അബൂബക്കർ ഫൗണ്ടേഷന് കീഴിൽ വരുന്നത്. അതിന്റെ ലോഞ്ചിങ് കൂടി ഇന്നിവിടെ നടത്തണം എന്നുദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതും കൂടെ പ്രീ ലോഞ്ചിങ് ആയി മാറുകയാണ്. ബഹുമാനരായ യൂസുഫ് അലി സാഹബ് ഇന്ന് വരേണ്ടത് അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ പറ്റാത്തതുകൊണ്ട് അത് കോഴിക്കോട്ട് വെച്ച് അടുത്ത മാസമോ തൊട്ടടുത്ത മാസമോ നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ലോഞ്ചിങ് നമ്മൾ നീട്ടിവെക്കുകയാണ്. ഷേഖ് അബൂബക്കർ ഫൗണ്ടേഷന്റെ വോയിസ് ടോക്ക് മർക്കസ് നോളജ് സിറ്റിയിൽ ബഹുമാനരായ തിരുവനന്തപുരം MP ശ്രീ ശശി തരൂർ അവർ നടത്തിയിരുന്നു. അതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ഇതുപോലെ റിസർച്ചിന് വേണ്ടിയും പോസ്റ്റ് റിസർച്ച് ഡെവലപ്മെന്റിന് വേണ്ടിയുമെല്ലാം വിദ്യാർത്ഥികൾക്ക് പ്രചോദനം കൊടുക്കുന്ന കോടികൾ ചെലവഴിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സേവനം ചെയ്ത ഉസ്താദിന്റെ സ്ഥിരമായ ഒരു എക്കാലവും നീണ്ടു നിൽക്കുന്ന ഒരു ഫൗണ്ടേഷനായിട്ടാണ് ഇൻഷാ അള്ളാഹ് ഈ SA ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നത്. ഇന്നിവിടെ ബഹുമാനരായ മുഖ്യമന്ത്രി അവർ വലിയ തിരക്കുകൾക്കിടയിൽ നമുക്ക് അവസരം കണ്ടെത്തി. അതുപോലെ ബഹുമാനരായ മന്ത്രിമാർ, MP-മാർ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിദേശത്ത് നിന്ന് ഇതിനുവേണ്ടി മാത്രം വന്നവരുണ്ട്. വേദിയിരിക്കുന്ന ജനാബ് സിദ്ദീഖ് അഹമ്മദ് സാഹബ് ഇതിനുവേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ്. വേറെയും പലരും ഈ സദസ്സിലിരിക്കുന്നവര് അങ്ങനെ വന്നിട്ടുള്ളവരാണ്. ഡൽഹിയിൽ നിന്ന് ബഹുമാനരായ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അവർ ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ്. എല്ലാവരുടെയും ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ ബഹുമാനരായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ആ പുസ്തകത്തോടുകൂടി ഉസ്താദിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ദീർഘകാലം നീണ്ടു നിൽക്കുന്നൊരു ഫൗണ്ടേഷന്റെ പ്രഖ്യാപനം കൂടെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് സഹകരിച്ച എല്ലാവരോടുള്ള സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ആ ധന്യമുഹൂർത്തത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നു. 9 പതിറ്റാണ്ടുകളുടെ വിശ്വാസപൂർവം കാന്തപുരത്ത് നിന്ന് കാലത്തെ വായിച്ച ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, പ്രഭാഷകൻ, എഴുത്തുകാരൻ, ലോകപ്രശസ്ത സംഘാടകൻ, നയതന്ത്ര വിദഗ്ധൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, സമ്പന്നമായ ജ്ഞാനപാരമ്പര്യങ്ങളുടെ കേരള മോഡലിന് ആഗോള മുഖം നൽകിയ ഈ വിശ്വപണ്ഡിതന് വിശേഷണങ്ങളേറെ. 9 പതിറ്റാണ്ടു തികയുന്ന ഉസ്താദരുടെ ജീവിതം ഇവിടെ ലോകത്തിന് വായനയ്ക്ക് വെക്കുന്നു. വിശ്വാസപൂർവം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നു കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഏറ്റുവാങ്ങുന്നു തിരുവനന്തപുരത്തിന്റെ MP ശ്രീ ശശി തരൂർ. വേദിയെ, സദസ്സിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു.
പുസ്തക പ്രകാശന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ബഹുമാന്യരെ, ഏറെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവം പ്രകാശനം ചെയ്യപ്പെടുന്ന പരിപാടിയാണിത്. അതിൻ്റെ ആ പുസ്തകം ബഹുമാനായ ശശി തരൂരിനെ ഏൽപ്പിച്ചതോടെ ഔപചാരികമായ പ്രകാശനം നടന്നതായി പ്രഖ്യാപിക്കട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നതിലുപരി ഐക്യ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ ചരിത്രം കൂടിയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ വികാസ പരിണാമങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കും വായനാ തൽപരർക്കും ഒരുപോലെ പ്രിയങ്കരമായി ഇത് മാറും. ചരിത്രം, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങി നിരവധി മേഖലകളെക്കുറിച്ച് 24 അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിൽ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ ആധ്യാത്മിക പ്രഭാഷകൻ, പണ്ഡിതൻ, അധ്യാപകൻ, വാഗ്മി, ഇങ്ങനെ നിരവധി മേഖലകളിൽ മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ശ്രീ കാന്തപുരത്തിൻ്റേത്. ഇത്രയേറെ ബൃഹത്തായ പ്രവർത്തന മേഖലകൾ സ്വന്തമായുള്ള ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അത് സ്വന്തം കഥ മാത്രമാകില്ല, അനേകം ജീവിതങ്ങളുടെ പ്രതിഫലനം കൂടിയായി സ്വാഭാവികമായും മാറും. ഈ ആത്മകഥ വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരാനിടയുള്ള ഒരു കാര്യമുണ്ട്. ഉസ്താദ് എന്നാണല്ലോ അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനീയനായ മുതിർന്ന അധ്യാപകൻ എന്നർത്ഥം. ഏത് രീതിയിലാണ് അദ്ദേഹം ഗുരുവാകുന്നത് എന്ന് പരിശോധിച്ചാൽ പല മറുപടികൾ പറയേണ്ടി വരും. അധ്യാപക വൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അതോടൊപ്പം, അല്ലെങ്കിൽ അതിലുപരി, മതവിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ വിശ്വാസികൾക്ക് പകർന്നു നൽകിയ വ്യക്തി എന്ന നിലയിലാണ് പൊതുസമൂഹം അദ്ദേഹത്തെ ഉസ്താദ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മതവിശ്വാസം അഗ്നി പോലെയാണ്. അത് ആരുടെ കൈകളിൽ എത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ പ്രയോഗം. അഗ്നി എല്ലാം ചുട്ടുചാമ്പലാക്കുന്ന വസ്തുവാണ്. അതേസമയം വെളിച്ചം പകരുന്ന ദീപവുമാണ്. മതവിശ്വാസവും അതുപോലെ തന്നെയാണ്. അതിനെ സമൂഹത്തിൻ്റെ ഉത്കർഷത്തിനായി ഉപയോഗിക്കാം, സമൂഹത്തിൻ്റെ സംഹാരത്തിനായും ഉപയോഗിക്കാം. ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്വീകരിച്ചത് അല്ലെങ്കിൽ പിന്തുടർന്നത് ആദ്യത്തെ വഴിയാണ്. മതത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത് എങ്ങനെയെന്ന് സ്വജീവിതത്തിലൂടെ തലമുറകളെ പഠിപ്പിച്ച
ഗുരു എന്ന നിലയിലാകും അദ്ദേഹത്തെ കാലം വിലയിരുത്തുക. എങ്ങനെയാണ് മതത്തിൻ്റെ മൂല്യങ്ങളെ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയത്? എത്ര ദൂരത്ത് പോയാണെങ്കിലും നിങ്ങൾ അറിവ് സമ്പാദിക്കണമെന്നും അനാഥരോട് കരുണയോടെ പെരുമാറണമെന്നുമുള്ള പ്രവാചക വാക്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മർക്കസ് സ്ഥാപനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാകും. അരനൂറ്റാണ്ടോളം വരുന്ന പ്രവർത്തന പാരമ്പര്യമുണ്ട് അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മർക്കസ് സ്ഥാപനങ്ങൾക്ക്. ഏതെങ്കിലും പ്രത്യേക മേഖലയിലോ പ്രദേശത്തോ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായോ ഒതുങ്ങി നിൽക്കുന്നതല്ല മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ. മർക്കസിൻ്റെ കീഴിൽ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്, നിരവധി ആശുപത്രികളുണ്ട്, നിയമസഹായ സ്ഥാപനങ്ങൾ, ആതുര സേവന കേന്ദ്രങ്ങൾ, ഇവയെല്ലാം മർക്കസിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജന സേവനം തുടങ്ങിയ മേഖലകളിലെല്ലാം ഫലപ്രദമായി മർക്കസ് ഇടപെടുന്നു. കേവലം വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതിലുപരി ജീവിതം കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതുകൂടി ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച നോളജ് സിറ്റി ശ്രദ്ധേയമായ ഒരു ഉദ്യമമാണ്. അറിവ് ലഭ്യമാക്കുന്നതിലും ആതുര സേവനത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് മർക്കസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം. അതിനെക്കുറിച്ചുള്ള വിശദമായ ചിത്രമാണ് ഈ പുസ്തകം പകർന്നു നൽകുന്നത്. 1939 മാർച്ച് 22-നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനിച്ചത്. നാട്ടിൻപുറത്തെ വിദ്യാലയത്തിൽ പഠിച്ച അദ്ദേഹം പിന്നീട് ലോകത്തിൻ്റെ പല കോണുകളിലുമുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയാചാര്യനായി വളർന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിലെ ഇന്ത്യയിലും സ്വതന്ത്ര ഇന്ത്യയിലും അദ്ദേഹം ജീവിച്ചു. ഈ രണ്ട് ഘട്ടങ്ങളിലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹികാവസ്ഥ നേരിട്ട് കണ്ടു. സമുദായത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അവയിലേക്കെല്ലാം വിശദമായി കടന്നു ചെല്ലാൻ ഈ ഘട്ടം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ വായനയിൽ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പരാമർശിക്കട്ടെ. 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണം ഇതിലുണ്ട്. ഭൂപരിഷ്കരണം എന്ന സുപ്രധാന തീരുമാനം ആ സർക്കാർ കൈക്കൊണ്ടപ്പോൾ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചിരുന്ന പല പ്രമാണിമാരും അന്ന് അതിനെതിരെ നിലകൊണ്ടിരുന്നു. അന്ന് യുവത്വത്തിലേക്ക് കാന്തപുരം കാലെടുത്ത് വെക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാട് മറ്റൊന്നായിരുന്നു. ഭൂപരിഷ്കരണത്തിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ഭൂമി കിട്ടുകയല്ലേ, പിന്നെ എന്തിനാണ് അതിനെതിർക്കുന്നത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. സ്ഥാപിത താൽപ്പര്യങ്ങളുടെ പേരിൽ പല പരിഷ്കരണങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്നവർ
വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണിത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം എന്തായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഇതിലൂടെ പകർന്നു നൽകുന്നത്. ആ നിലക്ക് ആ കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ ക്രോണിക്കിൾ കൂടിയായി ഈ ആത്മകഥ മാറുന്നുണ്ട്. കോഴിക്കോടിനോട് തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് ഉസ്താദ് മറ്റൊരിടത്ത് പറയുന്നത്. കോഴിക്കോട് നഗരത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം വളർന്ന ചരിത്രമാണ് തൻ്റേതും എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു. ആദ്യകാലങ്ങളിൽ കോഴിക്കോടിൻ്റെ ഭക്ഷണ വൈവിധ്യവും പ്രകൃതി ഭംഗിയുമൊക്കെയാണ് തന്നെ ആകർഷിച്ചിരുന്നെങ്കിൽ പിന്നീടത് കോഴിക്കോടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തോടുള്ള അടുപ്പമായി മാറിയെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാകാം മർക്കസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന കേന്ദ്രം കോഴിക്കോടായിരിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചത്. ഈ ആത്മകഥയുടെ ഭാഗത്ത് നിരവധി കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. റിയാദിൽ വെച്ചുണ്ടായ ഒരു തിക്താനുഭവത്തെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഏറെ പ്രസക്തമാണ്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന ഹദീസിനെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് ശാരീരികമായ സാമീപ്യമല്ലെന്നും മനുഷ്യരുടെ പ്രവൃത്തിയിലൂടെയാണ് ദൈവം സാന്നിധ്യം അറിയിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനടിവരയിടുന്ന നിരവധി സംഭവങ്ങൾ ഈ ആത്മകഥയിൽ തന്നെയുണ്ട്. അജ്മീർ ദർഗ സന്ദർശിച്ച് മടങ്ങും വഴി കണ്ട അഗതിയായ ഒരാളെ തൻ്റെ ഷാൾ ഊരി പുതപ്പിച്ച സംഭവത്തിലും വിശന്നു നിന്ന ഒരാൾക്ക് ഭക്ഷണം നൽകിയ സംഭവത്തിലുമെല്ലാം തെളിയുന്നത് ഇതേ പ്രവൃത്തിയാണ്. അതുതന്നെയാണ് നമ്മുടെ ഈശ്വരൻ എന്ന ഉസ്താദിൻ്റെ സന്ദേശമാണ് ഇതിലെല്ലാം തെളിയുന്നത്. ഈ ആത്മകഥയുടെ ആദ്യ ഭാഗത്ത് രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പിന്നീട് രാഷ്ട്രീയ വിഷയങ്ങളോട് അദ്ദേഹം മൗനം പുലർത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു വിമർശനമായി ഉന്നയിക്കുന്നതല്ല. ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ തൽപരനായിരുന്ന കാന്തപുരം പിന്നീട് ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായാണ് പുസ്തകത്തിൽ കാണുന്നത്. എന്നാലും രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം എന്നും താല്പര്യം പ്രകടിപ്പിച്ചു പോന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നതിൻ്റെ ദോഷം രാജ്യമാകെ അനുഭവിക്കുന്ന ഘട്ടത്തിലാണല്ലോ നാം കടന്നു പോകുന്നത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന വിഭജനം അംഗീകരിക്കുകയില്ല എന്ന നിശ്ചയത്തോടെ മതത്തെ ചിലർ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചു. രാഷ്ട്രീയ അധികാരമെന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. ഇതിനെതിരായ വർദ്ധിച്ച ജാഗ്രത ആവശ്യമുള്ള ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ത്യയിൽ മറ്റൊരു പൊതുതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ
ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ വിഷലിപ്തമായി തീർന്ന തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഏതായാലും മതനിരപേക്ഷതയോടുള്ള ആഭിമുഖ്യം എല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കാൻ കാന്തപുരം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രസക്തവും അർത്ഥപൂർണവുമാകുന്നുണ്ട് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളോടും പുസ്തകം പ്രകാശിപ്പിക്കുന്നയാൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അതിനൊറ്റ ഉത്തരവുള്ളൂ, ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമാണ് അദ്ദേഹം പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. അത് പുസ്തക പ്രകാശനം ചെയ്യുന്ന ആളുടേതല്ല. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ പ്രസക്തമായിട്ടുള്ളതല്ല. യോജിക്കുന്ന കാര്യങ്ങളുണ്ടാവാം, വിയോജിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. യോജിക്കാനും വിയോജിക്കാനും കഴിയുന്ന ഒരു പൊതുമണ്ഡലം നമുക്കുണ്ട് എന്നതാണ് പ്രധാനം. വിയോജനാഭിപ്രായങ്ങൾക്കും വിരുദ്ധ അഭിപ്രായങ്ങൾക്കും ഇടം നൽകുന്ന ഒരു പൊതുമണ്ഡലം നമുക്കുണ്ട്. അത് തകരാതെ നോക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ടത് അതിനെ തകർക്കാൻ സംഘടിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമങ്ങളെ ചെറുക്കാൻ നമ്മളാകെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ആ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുള്ളത്. ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയായ വിശ്വാസപർവത്തിൻ്റെ പ്രകാശനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ ധന്യവാദം. ബഹുമാന്യനായ മുഖ്യമന്ത്രി, 5 മണിക്ക് ക്യാബിനറ്റ് യോഗമാണ്. അപ്പോൾ മറ്റു പ്രമുഖരായ ആളുകൾ ഇവിടെ ഇരുണ്ട്. ആരോടും അനാദരവ് കൊണ്ടല്ല, ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. പോകാൻ അനുവദിക്കണമെന്നുകൂടി ഇതോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് പുസ്തക പ്രകാശന പരിപാടിയുടെ സ്നേഹം, സന്തോഷം. ഉസ്താദിന്റെ കയ്യൊപ്പോടു കൂടിയ വിശ്വാസപൂർവം ആത്മകഥയുടെ കോപ്പികൾ പരിപാടിക്ക് ശേഷം പ്രിയപ്പെട്ട വായനക്കാർക്ക് സ്റ്റേജിന്റെ ഇടതുഭാഗത്ത് ലഭ്യമാകും. ഉപയോഗപ്പെടുത്താം. ഈ മനോഹര സായാഹ്നത്തിന് സന്തോഷങ്ങൾ അറിയിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം MP ശ്രീ ശശി തരൂർ. സ്നേഹസ്വാഗതം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ വിട്ടുപോകുന്ന മുഖ്യമന്ത്രി ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, വേദിയിൽ സദസ്സിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, വിശിഷ്ട വ്യക്തികളെ, മന്ത്രിമാരെ, മുൻ മന്ത്രിമാരെ, സുഹൃത്തുക്കളെ, വായനക്കാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനും വലിയ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ ഇടയിൽ ഈ അവസരത്തിൽ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം കിട്ടണത് എല്ലാ ദിവസത്തിൻ്റെ പണിയല്ല. അപ്പോൾ അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ഒരു പുസ്തകം മേടിക്കാൻ തന്നെ വലിയ സന്തോഷകാര്യമാണ്. പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു മഹാൻ വ്യക്തിയെക്കുറിച്ച് എഴുതിയൊരു ആത്മകഥ, ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാർ എന്നൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രി ഞാനും ഒരേപോലെ ആദരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിനെ കുറിച്ചൊരു പുസ്തകം മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടാൻ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നി. ഞാൻ ഇപ്പോൾ ഒരു 15 വർഷക്കാലമായിട്ട് ഉസ്താദിനെ അറിയുമെന്ന് പറയാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പ് ഒരു പേര് മാത്രമായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അവസരമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിയായ സിദ്ദീഖ് സക്കാഫി എന്നെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ അറിവും അദ്ദേഹത്തിന്റെ വലിയ മനസ്സും വലിയ ഹൃദയവും തുടക്കം മുതൽക്ക് കാണാനുള്ള സാധ്യതയായിരുന്നു. എൻ്റെ കുറെ അവസരത്തിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു. ഒരു കാലത്തിൽ ഞാൻ
കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഹജ്ജിന്റെ ചുമതല എന്റെ ആയിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് തന്നിട്ട് എന്നെ ഉപദേശിച്ചതും ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് പരിഹരിക്കാൻ ചെയ്യാൻ സാധിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ ഓർമ്മകളാണ്. ഈ പുസ്തകം നമ്മുടെ മുഖ്യമന്ത്രി നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഉസ്താദിന്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന നേട്ടങ്ങളൊക്കെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനുകൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആദ്യം കോഴിക്കോടിനടുത്ത് നടക്കുന്ന മാർക്സിന്റെ വലിയൊരു ക്യാമ്പസ് ഉണ്ടല്ലോ, അവിടെ ഞാൻ 3-4 പ്രാവശ്യം പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ കാണുന്നത്, ശരിക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സേവനം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, പക്ഷെ ശരിക്ക് നമ്മുടെ നാഷണൽ ഇന്റഗ്രേഷന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനെ കാണുന്നു. നമ്മൾ ഇത്ര വിദ്യാർത്ഥികളെ അവിടെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഭാരതത്തിന്റെ എല്ലാ മുക്കിന്റെ വ്യക്തികളെ അവിടെ കാണും. എന്താണ്, കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ഒരു സബ്സെറ്റ് പ്രസംഗിക്കാൻ പോയപ്പോൾ ഫ്രണ്ടില് ഒരു 10-40 കുട്ടികൾ കുട്ടികളെ പറഞ്ഞ യുവാക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നത് കശ്മീരിൽ നിന്നായിരുന്നു. കശ്മീരിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് ഇസ്ലാം മതത്തിനെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ ഒപ്പം വിദ്യാഭ്യാസം പഠിച്ച് മനസ്സിലാക്കി നന്നായി ചെയ്യാൻ സാധിച്ച ഈ കുട്ടികൾക്ക് ഭാരതത്തിന്റെ ഭൗസ്വരതയും ഭാരതത്തിന്റെ വലുപ്പവും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഉസ്താദിന്റെ ഈ പ്രവർത്തനം. അത് നമ്മൾ ഒരിക്കലും ഒരു അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൽ എല്ലാവരെയും പഠിപ്പിക്കണമെന്ന് മാത്രമല്ല, എല്ലാവരുടെയും ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനമാണ് അദ്ദേഹത്തിന്റെ പഠിപ്പ്. ഞാൻ അദ്ദേഹത്തിന്റെ മാർക്കസ് നോളജ് സിറ്റിയിൽ പോയി ചേരാനുള്ള അവസരമുണ്ടായിരുന്നു. എന്തൊരു സൗന്ദര്യമുള്ള ഒരു ക്യാമ്പസാണ്. പക്ഷെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസാരി നമുക്ക് സംസാരിച്ചല്ലോ ഇന്ന് ഉച്ചയ്ക്ക്. അദ്ദേഹമാണ് അതിന്റെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഒപ്പം ഞാൻ ക്യാമ്പസ് കണ്ടിട്ട് ഓരോരു ഫാക്കൽറ്റിയും ഓരോരു അതിന്റെ ആ പ്രവർത്തനത്തിന്റെ കാഴ്ചപ്പാടും ദീർഘവീക്ഷണയും കാണുമ്പോൾ ഐ വാസ് വെരി ഇംപ്രസ്ഡ്. ഇങ്ങനെയൊരു സ്ഥലം നമ്മുടെ കേരളത്തിലുള്ള നമ്മളെല്ലാവരും അഭിമാനമാണ്. നിങ്ങൾ എല്ലാവരോടും പറയുന്നു, പോയി കാണണം. എന്നിട്ട് അവിടെ കോഴ്സ് എടുക്കാനുള്ള ഭാഗ്യമില്ലെങ്കിലും അവിടെ പോയി അവിടുത്തെ പഠിക്കുന്ന വ്യക്തികളെ കണ്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ വലിയൊരു അവസരമാണ്. അതുമാത്രമല്ല നമുക്ക് ഉസ്താദിനെ കുറിച്ച് പറയാനുള്ളത്. ഉസ്താദ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാഷ്ട്ര നിലപാടും രാഷ്ട്ര മൗനത്തിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രിക്ക് എനിക്ക് രണ്ടുപേർക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഗ്രഹം ഉണ്ടായെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ഒരു അതിശയം തോന്നാൻ ആവശ്യമില്ല. അങ്ങനെ ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ് ഉസ്താദ്. നിങ്ങൾക്കറിയാം, 2019 അദ്ദേഹത്തിന് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നാക്കി ഒരു വലിയൊരു ടൈറ്റിൽ കൊടുത്തു. ഇതൊരു ശരി കാര്യമല്ല. 10 പേർക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ ഒരു ടൈറ്റിൽ. 10ാമത്തെ ഗ്രാൻഡ് മുഫ്തിയാണ് ശ്രീ ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാർ. പക്ഷേ ആ സ്ഥാനം അദ്ദേഹത്തിന് ശരിക്കും ഒരു കാര്യത്തിൽ അതിനെയും കാട്ട് വലിയ ഒരു ടൈറ്റിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനം, അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ രാജ്യത്തിൽ ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും ആ സ്വാധീനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞാലും കേൾക്കാനും റിപ്പോർട്ട് ചെയ്യാനും സ്വീകരിക്കാനും ഇടയ്ക്കിടയ്ക്ക് വിവാദമുണ്ടാക്കാനും ആൾക്കാരുണ്ടല്ലോ, അതെല്ലാം നമ്മൾക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ആ സ്റ്റാച്ചർ, ആ ഇൻഫ്ലുവൻസ്, ആ മഹത്വം വേറെ ആയിരിക്കും എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കില്ല എന്നും ഉറപ്പമാണ്. സമാധാനത്തിന് വേണ്ടി വാദിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. പല അന്താരാഷ്ട്രീയ കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. ഈ ഷെയ്ഖ് സയദ് ഇന്റർനാഷണൽ പീസ് കോൺഫറൻസിന്റെ അധ്യക്ഷനാണ്, ചെയർമാനാണ് അദ്ദേഹം. ആ കോൺഫറൻസ് ലോകം മുഴുവൻ നടത്തിയിട്ടുണ്ട്. UAE ഡൽഹിയിൽ പല ഭാഗത്തും നടത്തിയ ഒരു കോൺഫറൻസാണ്. അദ്ദേഹം സമാധാനത്തിന് വേണ്ടി സംസാരിച്ച് പ്രവർത്തിച്ച ഓരോരു കാര്യങ്ങൾ എല്ലാവർക്കും നന്ദി തോന്നണം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ചൊല്ല് ഞാൻ ഖലീജ് ടൈംസ് UAE വായിച്ചതായിരുന്നു.
വിദ്യാഭ്യാസം സമാധാനത്തിന്റെ താക്കോലാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ കീ ടു പീസ്. അദ്ദേഹത്തിന് രണ്ട് വലിയ പ്രിയോക്യുപ്പേഷൻസ്, വിദ്യാഭ്യാസവും സമാധാനവും രണ്ടും ഒരേ ഒരു ബാധ്യതയിൽ കൊണ്ടുവരാൻ സാധിച്ചത് അത് ഉസ്താദിന്റെ ഒരു വലിയൊരു ഒരു ചൊല്ലായിരുന്നു. അതിനൊപ്പം തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഐസിസ് ദായഷ് 2014 ലോകം മുഴുവൻ അവര് ഭീകരവാദി പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന സമയത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സ്വരം സമാധാനത്തിന് വേണ്ടി ഐസിസിന്റെ എതിരെ ഫത്വ ഇഷ്യൂ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാർ. അതൊന്നും മറക്കാൻ പറ്റില്ല നമുക്ക്. അദ്ദേഹം ഒരു ശക്തമായി എടുത്ത നിലപാടാണ് ഇസ്ലാം സമാധാനത്തിന്റെ ഒരു മതമാണ്. സമാധാനമാണ് ഇസ്ലാമിന്റെ പേരിൽ, സമാധാനമാണ് ഇസ്ലാമിന്റെ സ്പിരിച്വൽ. അതുകൊണ്ട് സമാധാനത്തിനെ എതിരിക്കുന്നതിന് ഒരിക്കലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറഞ്ഞത്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ മഹാൻ വ്യക്തി വേറെ പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നാള് കുറെ ചർച്ചപ്പെടുത്തി ഈ ഇലക്ഷൻ സമയത്ത് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന്റെ ആ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ഞാനും ഉസ്താദും ഒക്കെ ഒരേ സ്ഥിതി തന്നെയാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. നമ്മുടെ പൗരത്വത്തിന്റെ വിഷയത്തിൽ ഒരു മതത്തിന്റെ പ്രശ്നം കൊണ്ടുവരുന്നത് ശരിയല്ല. പക്ഷെ അദ്ദേഹം നേരിട്ട് പോയി, ഞാനിതിനെ പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി നിരവധി വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും കണ്ടിട്ട് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതിനും നമ്മൾ ഉസ്താദിനെ തപ്പുകൊട്ടണം. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി, ജനങ്ങളുടെ പഠിപ്പും ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് താമസിച്ച് നന്നാക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര നന്നായി പ്രവർത്തിച്ച് സംസാരിച്ച് പഠിപ്പിച്ച ഒരു മഹാപണ്ഡിതനാണ് നമ്മുടെ ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ ദീർഘമായി പറയാൻ ആഗ്രഹിക്കാത്ത കാരണം ഈ രണ്ട് വാക്ക് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും കൂടി ഈ പുസ്തകം കിട്ടിയതിന് വലിയ നന്ദി പറഞ്ഞിട്ടും ഉസ്താദിന് ഇനിയും നമ്മളെല്ലാവർക്കും നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിന്റെ സമാധാനവും പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഇനിയും ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ്. MP ശ്രീ ശശി തരൂരിന് പ്രകാശന ചടങ്ങിന്റെ സ്നേഹങ്ങൾ. വിശ്വാസപൂർവം ആത്മകഥാ പ്രകാശന ചടങ്ങിന് സന്തോഷങ്ങൾ അറിയിക്കുന്നു മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ V മുരളീധരൻ. സ്നേഹത്തോടെ സ്വാഗതം. ഇന്നിവിടെ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരുടെ ആത്മകഥ പ്രകാശനം നടത്തുന്ന ഈ ചടങ്ങിൽ ഔപചാരികമായി പ്രകാശനം നിർവഹിച്ച് വേദിയിൽ നിന്ന് പോയിട്ടുള്ള ശ്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ അവർ, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ തിരുവനന്തപുരം MP ശ്രീ ശശി തരൂർ അവർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ എല്ലാവരും കാതോർക്കുന്ന ശബ്ദമാണ് കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായി ശ്രീ AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ വിശ്വാസപൂർവം ഈ ആത്മകഥ പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷത്തോടുകൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ചില ഭാഗങ്ങൾ മലയാള മനോരമ പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളെക്കുറിച്ച്, റേഷനരി ചോറ് കഴിച്ചുള്ള കുട്ടിക്കാലത്തെക്കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അദ്ദേഹം കടന്നു വന്ന വഴികൾ, ആ വഴികൾ എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുന്ന പരാമർശങ്ങളാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളോടൊപ്പം
സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിച്ഛേദം. ആ പരിച്ഛേദമാണ് അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിരവധി പ്രാദേശികമായിട്ടുള്ള സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ആത്മകഥ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ ചരിത്ര രചന കൂടിയാണ് ഈ പുസ്തകത്തിലൂടെ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഒരു വ്യക്തി നാടിനോടൊപ്പം എത്രമാത്രം ചേർന്ന് നിന്ന് നടന്നു എന്നുള്ളത് നാളെ ഏതൊരാൾക്കും വിലയിരുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെ ആത്മകഥയുടെ പ്രസക്തിയും വർദ്ധിക്കുന്നത്. ആത്മകഥ ഏതൊരാൾക്കും എഴുതാം, എനിക്ക് നിങ്ങൾക്കൊക്കെ എഴുതാം. പക്ഷെ പൊതുപ്രവർത്തകർ ആത്മകഥ എഴുതുമ്പോൾ ആ ആത്മകഥയ്ക്ക് അതിന് ചരിത്രപരമായിട്ടുള്ളൊരു അംശമുണ്ട്. അവരുടെ വ്യക്തിജീവിതത്തിലെ അനുഭവങ്ങൾ ആ ചരിത്രത്തോടൊപ്പം പൊതുസമൂഹത്തോടൊപ്പം എത്രമാത്രം ചേർന്ന് നിന്നുകൊണ്ടാണ് അവരുടെ വ്യക്തിജീവിതം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് വ്യക്തിജീവിതത്തോടൊപ്പം സാമൂഹ്യ ജീവിതത്തിന്റെ കൂടി ഒരു നേർചിത്രം അത് വായനക്കാരന് ലഭിക്കുന്നത്. അതാണ് ഞാൻ ഈ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ശ്രീ AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ ആത്മകഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള, അവർക്ക് പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആത്മകഥയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, പിന്നീട് മാറ്റിവെച്ചിട്ടുള്ള ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ, അതിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നടക്കുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോവാം. കാരണം ഈ ഫൗണ്ടേഷന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭാവി കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുണനിലവാരമുള്ളതും മൂല്യാധിഷ്ഠിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം. ഇത് രണ്ടും ഒരേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം. അങ്ങനെ ഒരു വിദ്യാഭ്യാസം മാത്രമേ നമ്മുടെ നാടിന്റെ ഭാവി ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള ശ്രമം തുടങ്ങിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, നമ്മുടെ നാടിന്റെ ചരിത്രവും പാരമ്പര്യവും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നതും അതോടൊപ്പം മാറുന്ന ലോകത്തിനൊപ്പം നിൽക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന തരത്തിൽ ഇന്റഗ്രേറ്റിംഗ് സ്കിൽസ് വിത്ത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തോടൊപ്പം നൈപുണ്യം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള, സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം ഒരർത്ഥത്തിൽ ലിംഗ വ്യത്യാസമോ സാമ്പത്തിക അന്തരമോ ഒന്നും ബാധകമാകാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ നയം, അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ അവകാശമാണ്. ഒരർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ കരുത്ത്, അത് കേരളത്തിൻ്റെതാണെങ്കിലും ഇന്ത്യയുടേതാണെങ്കിലും ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലൂടെ കഴിവുറ്റ ഒരു മനുഷ്യ വിഭവശേഷി വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് വലിയ പുരോഗതിയിലേക്ക് കുതിക്കാൻ ഉതകുന്ന ഒരു പ്രവർത്തനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഷൻ വളരെ നിർണായകമായിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു പ്രവർത്തനം കൂടിയായി മാറും എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ ഇന്ത്യയുടെ ടാലന്റ് പൂൾ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ടാലന്റ് പൂളാണ്. ആ ടാലന്റ് പൂളിനെ അക്രമത്തിലേക്കും ലഹരി പോലെയുള്ള തെറ്റായിട്ടുള്ള മാർഗങ്ങളിലേക്കും പോകാതെ സൂക്ഷിക്കാൻ
അതിന് വിദ്യാഭ്യാസം ഉണ്ടാവണം, ആ വിദ്യാഭ്യാസത്തിൽ മൂല്യബോധം ഉണ്ടാവണം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ മൂല്യബോധം ഗുണമേന്മയെ ഉറപ്പുവരുത്തുകയും അതോടൊപ്പം മൂല്യബോധം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന വിദ്യാഭ്യാസം. അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഈ നാടിന്റെ ശോഭനമായിട്ടുള്ള ഭാവിക്ക്, ഭാവി രാഷ്ട്രത്തിന്റെ അടിത്തറ കരുത്തുള്ളതാക്കി മാറ്റാൻ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കും. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി വ്യംഗ്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയത് എന്റെ ശ്രദ്ധയിൽപ്പെടാത്തതല്ല. പക്ഷേ ഈ വേദി ഒരു രാഷ്ട്രീയ വാദപ്രതിവാദത്തിനുള്ള വേദിയാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ പരാമർശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഉചിതമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഉചിതമായിട്ടുള്ള രീതിയിൽ മറുപടി പറയാനുള്ള അവസരം ഞാൻ അവിടെ മാറ്റിവെക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കാന്തപുരം ശ്രീ അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതം, അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം, ദീർഘകാലത്തെ ആയുരാരോഗ്യ സൗഖ്യം സർവേശ്വരൻ നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി. ശ്രീ വി മുരളീധരൻ. പുസ്തക പ്രകാശന ചടങ്ങിന് ആശംസകൾ നേരുന്നു ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ഇറം ഹോൾഡിംഗ്സ്. സ്വാഗതം. ആശംസകൾ അറിയിക്കുന്നു ഉസ്താദ് വണ്ടൂർ ഉസ്താദ് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين بدون أما بعد. ബഹുമാന ആദരവ് നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, എല്ലാ അർത്ഥത്തിലും അഭിമാനകരമായ, ഏറ്റവും സന്തോഷകരമായ ഒരു വേദിയിലാണ് നാം എല്ലാവരും ഉള്ളത്. ഷെയ്ഖുന ഉസ്താദ് എ പി അബൂബക്കർ മുസ്ലിയാർ അവരുടെ ആത്മകഥയുടെ ഒരു ഭാഗം ഇന്നിവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഉസ്താദ് അവരുകളെ സംബന്ധിച്ച് കേരളക്കരയിലെ ആരോടും ഇന്ത്യ രാജ്യത്തെ മറ്റു വ്യക്തികളോടും ഒന്നും പ്രത്യേകമായി പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയില്ല. പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടിലേറെ കേരളത്തിൽ നിറസാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ നേതൃപദവിയിൽ നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നയിക്കുകയും ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുകയും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധ്യപ്പെടുത്തി ഒരു ഇസ്ലാമിക പ്രസ്ഥാനം, ഒരു സാമൂഹിക പ്രസ്ഥാനം എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുപോകേണ്ടതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള വലിയ ജീവിതത്തിന്റെ ഉടമയാണ് ഉസ്താദ്. ഇവിടെ ദീർഘമായി സംസാരിക്കേണ്ട കാര്യമില്ല. ഒരു ചരിത്രത്തിന്റെ കൂടെ തന്റെ ജീവിതവും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്ന ഒരു പുതിയ ചരിത്രമാണ് ഉസ്താദിൻ്റെത്. ഈ 50 അരനൂറ്റാണ്ടിലേറെ കാലമായി
നമ്മുടെ കേരളത്തിലും അതേപോലെ ഇന്ത്യ രാജ്യത്തും പുറം രാജ്യങ്ങളിലും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള നേതൃപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു പണ്ഡിതൻ, ഒരു ഇസ്ലാമിക പണ്ഡിതൻ തന്റെ പാണ്ഡിത്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ, ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഏതുവരെ അത് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഉസ്താദിന്റെ ജീവിത ചരിത്രമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മതവിഭാഗത്തിന്റെ മാത്രമുള്ള നേതൃത്വമെന്നോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മാത്രം നേതൃത്വമെന്നോ കണ്ടെത്തുന്നതിന് അപ്പുറത്ത് ഇന്ത്യ പോലെയുള്ള ഒരു മതേതര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മതസംഘടന, ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുകയും അത് ഇന്ത്യ രാജ്യത്തുള്ള മറ്റെല്ലാ സംഘടനകൾക്കും മാതൃകം ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് അനുസ്മരിക്കാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലേക്ക് മാത്രം ചുരുക്കിക്കെട്ടാതെ ഇന്നത്തെ നമ്മുടെ ഈ സമൂഹം, ഈ സമുദായങ്ങൾ, നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏതേത് വിഷയങ്ങളിലേക്കും ഉസ്താദ് കൃത്യമായ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ടുള്ള ജീവിത സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചരിത്രത്തിലേക്ക് ഇപ്പോൾ നമുക്ക് പോകേണ്ടതില്ല. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ മാറി മാറി വന്നിട്ടുള്ള ഒട്ടനവധി സംഭവവികാസങ്ങളുണ്ട്. എല്ലാ മേഖലയിലും സംഭവിച്ചു പോയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തൊക്കെ പല തരത്തിലുള്ള മാറ്റങ്ങളും പല വിവാദങ്ങളും ഒക്കെ നടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ നാടിനും ഈ സമൂഹത്തിനും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അതിലേറെ മുസ്ലിം ഉമ്മത്തിനും മുസ്ലിം സമുദായത്തിനും ശരിയായ ദിശാബോധം നൽകിക്കൊണ്ട് മാതൃകാപരമായ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ള കേരളം കണ്ട മതനേതാക്കളിൽ, പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ ചരിത്രം രചിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് ഇവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ആ കെട്ടിപ്പടുത്ത മാതൃകയിൽ തന്നെ ഈ സമൂഹവും ഈ സമുദായവും ഈ നാടുമൊക്കെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് നമുക്കൊക്കെ കൂട്ടമായി ശ്രമിക്കണം എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് നേതൃത്വം വഹിക്കുന്ന ബഹുജന പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ശ്രീ വണ്ടൂർ അബ്ദുറഹ്മാൻ കൈസി ഉസ്താദിന് പരിപാടിയുടെ സ്നേഹങ്ങൾ. ഉസ്താദ് എ പി അബൂബക്കർ മുസ്ലിയാർ വിശ്വാസപൂർവ്വം പുസ്തക പ്രകാശന പരിപാടിക്ക് സ്നേഹങ്ങൾ അറിയിച്ച് സംസാരിക്കുന്നു. ആദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ നേതാക്കൾ, സഹോദരങ്ങൾ, ഞാൻ ഒരു പ്രസംഗത്തിന് ഉദ്ദേശിക്കുന്നില്ല. എന്നെ നമ്മുടെ പ്രവർത്തകന്മാർ വന്ന് കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി എൻ്റെ ജീവിതത്തിലെ ചെറുപ്പകാലം മുതൽ ഉള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ ചെറുപ്പകാലത്ത്
നടന്ന പ്രത്യേക ചില സംഭവങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുമുണ്ടാകാം. ഏതാണ്ട് എൻ്റെ ഒരു 10 വയസ്സ് മുതൽ ഉള്ളതായിരിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് 85 വയസ്സായ എനിക്ക് അതിനിടക്ക് നടന്ന എല്ലാ സംഭവങ്ങളും ഓർമ്മയിൽ വന്നുകൊള്ളണമെന്നില്ല. അങ്ങനെ ഓർമ്മയിൽ വന്നത് മാത്രം നമ്മുടെ സഹോദരന്മാർ പ്രവർത്തകർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തു. അതിൽ എല്ലാവരും നേരത്തെ നാം കേട്ടതുപോലെ നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിൻ്റെ അല്ല മൊത്തത്തിൽ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും നിങ്ങളെപ്പോലുള്ള സഹോദരന്മാർ അതിനെ സഹായിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ പറഞ്ഞ് എഴുതിയ വസ്തുക്കളിൽ വല്ല വിശദീകരണവും ആവശ്യമാകുമ്പോൾ അതൊന്നും തർക്കവിതർക്കങ്ങൾക്ക് വിഷയീഭവിക്കാത്ത വിധത്തിൽ ആവശ്യമുള്ളത് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു പ്രവർത്തനമാകണം. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തിൽ വിവിധ മതക്കാരും വിവിധ ചിന്താഗതിക്കാരും യോജിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണല്ലോ. ആ യോജിപ്പ് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഭദ്രമാക്കുകയും ഭാവിയിലും നമ്മുടെ രാജ്യത്തെ വൈദേശികർക്കോ മറ്റാർക്കെങ്കിലും വന്ന് ഒറ്റിക്കൊടുക്കാൻ സാധിക്കാത്ത വിധം നാം ഐക്യജീവിതത്തിലൂടെ സന്തോഷത്തിൻ്റെ സത്യത്തിലുള്ള യോജിപ്പോടുകൂടി ജീവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടിക്ക് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.